സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 4% ക്ഷാമബത്ത അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് കേരള രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും പുതിയൊരു ആഭ്യന്തര പോരിനും വലിയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുന്നു. അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ പോലും അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന ഈ തർക്കം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു. വെറും ഒരു ഉത്തരവിലെ സാങ്കേതിക പിഴവായി ഇതിനെ എഴുതിത്തള്ളാൻ കഴിയാത്ത വിധം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അട്ടിമറി എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2023 ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ സുപ്രധാന തീരുമാനമാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത ഒരു ഗഡു, അതായത് 4% വർദ്ധിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഈ വർധന 2023 ജനുവരി 1 മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ നവംബർ മാസത്തെ ശമ്പളം പെൻഷനോടൊപ്പം വിതരണം ചെയ്യണം എന്നതായിരുന്നു. സർക്കാരിന്റെ ഈ ക്ഷേമ പ്രഖ്യാപനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജീവനക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ കുറിപ്പിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും 2023 ജനുവരി 1 മുതൽ നൽകാനുള്ള ഒരു ഗഡു TADR 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷനോടൊപ്പം അനുവദിക്കുന്നതാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിൽ മാറ്റമൊന്നും വരുത്താതെയാണ് മന്ത്രിസഭ ഇത് അംഗീകരിച്ചതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് 2 ദിവസത്തിനകം ഒക്ടോബർ 31 ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഈ ഉത്തരവിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും DA നിരക്ക് നിലവിലുള്ള 18% നിന്നും 22% ഉയർത്തിയെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്.